ഹായ്, ഇന്ന് പറയുന്നതാണ് ഈത്തപ്പഴത്തിന് പരാഗണം നടത്തേണ്ടത്. ഈത്തപ്പഴത്തിന് എങ്ങനെയാണ് പൂമ്പൊടി ഇടേണ്ടതെന്നുള്ളത്. ഇതാണ് ആൺപൂവ്. ഇങ്ങനെ കൊലയൊക്കെ ഉണ്ടാവുക, ഇതിനോട് തുറക്കാൻ അയക്കാതൊന്നും കേട്ടോ, ആ പൊടി പുറത്ത് പോയി പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ഓരോ ഇല്ലില്ലെടുത്തിട്ട് നല്ല പൊടി ഉണ്ടാവും. കവർമ്മ കണ്ടില്ലേ കുറേ പൊടികളൊക്കെ, അത് എടുത്തിട്ട് ഇത് ആൺപൂ കേട്ടോ. പെൺപൂവിൻ്റെ ആ കൊലൻ്റെ മേലെ ഇങ്ങനെ ഒന്നുണ്ട് ഇങ്ങനെ വിതറലാണ് ചെയ്യേണ്ടത്. നോർമലി ഉണ്ടായാൽ കാറ്റ് വഴിയാണ് പരാഗണം നടക്കുക. നാട്ടിലത്തെ പോലെ അല്ലെങ്കിൽ മറ്റ് ചെടികളെ പോലെ പ്രാണികൾ മുഖേനയുള്ള പരാഗണം ഇവിടെ ഇല്ല, കാറ്റ് മുഖേനയാണ് നടത്തുക. പക്ഷേ കാറ്റ് വഴിയാകുമ്പോൾ പ്രതീക്ഷിച്ച അത്ര നല്ല ക്വാളിറ്റി ഈത്തപ്പഴങ്ങൾ കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആൺപൂവിൻ്റെ ഈ ഈത്തപ്പഴത്തിൻ്റെ ഇതെടുത്തിട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യലായി ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇതിനെ വിളിക്കേണ്ട പേരാണ് ബാർ. ബാർ എന്നാണ് ഇതിൻ്റെ അറബിയിൽ പറയുക, തമർ ബാർ എന്ന് പറയും. കാരണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടവിടെ ഉൾക്ക് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുള്ളൂ. പിന്നെ ഒരു വലിയൊരു ഫാമാണെങ്കിൽ അതിൽ ഒരു 10 പെൺപൂ അല്ലെങ്കിൽ 20 പെൺമരങ്ങളുണ്ടെങ്കിൽ ഒരു ആൺമരമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം പരാഗണത്തിന് വേണ്ടി മാത്രം ആണിന് വെക്കുന്നുണ്ട്. ആൺ മരത്തിൽ ഒരിക്കലും കായ പിടിക്കുകയില്ല, പെണ്ണ് മാത്രമാണ് കായ ഉണ്ടാവുള്ളൂ, ഈത്തപ്പഴം ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെയുള്ള അധിക ഫാമേരും ഇങ്ങനെ കടകളിൽ നിന്നാണ് ഈ ബാറ് വാങ്ങൽ കേട്ടോ. അധിക ഫാമിലും ആൺമരങ്ങളില്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യിക്കാണ്ട് മാർക്കറ്റിലുണ്ടാവും. ഇങ്ങനെ ഇത് എത്ര വില എനിക്കറിയില്ല, ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കൊണ്ടില്ലാണ്, ഇങ്ങനെ ഓരോ ഫാമിലിങ്ങനെ വെക്കലാണ്.